2 ഉരുളൻകിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടിത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഉരുളൻകിഴങ്ങിൻ്റെ കളർ മാറിപ്പോകാതിരിക്കാനാണ് നമ്മളിത് വെള്ളത്തിലിട്ട് വെക്കുന്നത്. അതിനുശേഷം നമുക്കിത് വേവിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഇനി ഉരുളൻകിഴങ്ങ് നമുക്ക് പകുതിയോളം വേവിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞൊന്നും പോകണ്ട കേട്ടോ, പകുതി വേവിച്ചാൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് ഉരുളൻകിഴങ്ങ് ഫ്രൈ ചെയ്യാനുള്ളതാണ്, അതുകൊണ്ടാണ് പകുതി വേവിച്ചാൽ മതി എന്ന് പറയുന്നത്. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉരുളൻകിഴങ്ങ് പകുതിയോളം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇത് അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനി ഇവിടെ ഇരുന്ന് കുറച്ചൊന്ന് തണുത്ത് വരണം. ഇപ്പോൾ ഈ ഉരുളൻകിഴങ്ങ് നന്നായിട്ട് തണുത്ത്